ഇതേ സമയം ഗോൾഡ് അവൾക്ക് തോന്നിയ ഒരു ഐഡിയ പറയുന്നു. എന്തെന്ന് വെച്ചാൽ എഴുതാനല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും പെൻസിൽ തന്നിട്ടുണ്ടാവുക, ഉറപ്പായും ഷെയ്ഡ് ചെയ്യാനാകും, ഷെയ്ഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു വന്നേക്കാമെന്ന് ഗോൾഡ് പറയുന്നു. എന്നാൽ ഇത് കേട്ട ബ്ലാക്ക് ഗോൾഡിനെ തടയുന്നു. എന്തെന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതെയോ പേപ്പർ വൃത്തികേടാക്കിയാൽ പുറത്താക്കുമെന്ന് മേധാവി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിനാൽ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നീയും പുറത്താകുമെന്ന് ബ്ലാക്ക് മറുപടി നൽകുന്നു. ഒരു കാര്യം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, എക്സാം ഹാളിനുള്ളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇതേ സമയം ബ്രൂണറ്റ് തനിക്ക് തോന്നിയ ഒരു കാര്യം പങ്കുവെക്കുന്നു. ഈ പേപ്പറിൽ തന്നെ ചോദ്യമുണ്ടെന്ന് വിചാരിക്കുക. മേധാവി പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ ചോദ്യമുണ്ട്, തനിക്ക് വേണ്ടത് ഒരു ഉത്തരവും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യങ്ങളാകാനും സാധ്യതയില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യം കണ്ടുപിടിക്കാമെന്നും അതിനുശേഷം ഇതേ പാറ്റേണിൽ മറ്റു ചോദ്യങ്ങൾ കണ്ടുപിടിക്കാമെന്നും വൈറ്റ് മറുപടിയായി നൽകുന്നു. ഉടൻ തന്നെ ബ്ലാക്ക് എല്ലാവർക്കും ഒരു ചോദ്യമാണെങ്കിലോ എന്നും ഒരു ചോദ്യമായതിനാൽ ഏതെങ്കിലും ഒരാളുടെ പേപ്പറിൽ മാത്രമേ ചോദ്യം പ്രിന്റ് ചെയ്തിട്ടുള്ളെങ്കിലോ എന്നും ചോദിക്കുന്നു. ഇത് കേട്ടതും എല്ലാവരും അവരവരുടെ പേപ്പർ വാൾലൈറ്റിന് സമീപം വെച്ച് നിരീക്ഷിക്കുന്നു. എന്നാൽ ആർക്കും ഒരു ചോദ്യവും കണ്ടുപിടിക്കാനാകുന്നില്ല. ഉടൻ തന്നെ വൈറ്റ് ഡെഫിന്റെ പേപ്പർ പിടിച്ചു വാങ്ങി വാൾലൈറ്റിൽ വെച്ച് പരിശോധിക്കുന്നു. എന്നാൽ അതിൽ നിന്നും ആർക്കും ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ പരീക്ഷയുടെ ഏകദേശം 13 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും എക്സാം ഹാളിൽ വളരെ നിസ്സഹായരായിരിക്കുന്നു. വീണ്ടും അവർ ചോദ്യം കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നു. ഉടൻ തന്നെ ഗോൾഡ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നു. എന്തെന്ന് വെച്ചാൽ വാൾ ലൈറ്റ്സിന് താഴെ മറ്റൊരു ലൈറ്റ്സ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ അത് ഓണാക്കാനായി അവിടെ സ്വിച്ചസ് ഒന്നും കാണുന്നുമില്ല. എന്നാൽ ബ്ലാക്ക് ഇത് കണ്ടതോടെ ഇതൊരു തരം എമർജൻസി ലൈറ്റ് ആണെന്നും ഈ ലൈറ്റ് കത്തണമെങ്കിൽ ഈ മുറിയിലെ ബാക്കിയുള്ള എല്ലാ ലൈറ്റ്സും പൊട്ടിക്കണമെന്നും പറയുന്നു. ലൈറ്റുകൾ പൊട്ടിക്കുകയാണെങ്കിൽ എമർജൻസി ലൈറ്റ് കത്തുമോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ലൈറ്റ് പൊട്ടിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വൈറ്റ് ഒരു ചെയർ കൊണ്ട് ഓരോ വാൾ ലൈറ്റും പൊട്ടിക്കുന്നു. വാൾ ലൈറ്റ് പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷവും എമർജൻസി ലൈറ്റ് ഓൺ ആകുന്നില്ല. ഇത് കണ്ട ബ്രൂണറ്റ് എക്സാം ഹാളിലെ സീലിംഗ് ലൈറ്റ് പൊട്ടിക്കാനും ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ വൈറ്റ് അതും പൊട്ടിക്കുന്നു. അവസാനത്തെ ലൈറ്റ് ഡെഫിന്റെ തലയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ ഡെഫിനോട് മാറാൻ പോലും പറയാതെ വൈറ്റ് ആ ലൈറ്റ് അയാളുടെ തലയിലേക്ക് പൊട്ടിച്ചിടുന്നു. എല്ലാ ലൈറ്റും പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലൂ കളറിലുള്ള എമർജൻസി ലൈറ്റ് കത്തുന്നു. എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. എമർജൻസി ലൈറ്റിൽ എല്ലാവരും അവരവരുടെ പേപ്പർ പരിശോധിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവർക്കൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ പ്ലാനും ഫെയിലായി. ഉടൻ തന്നെ ഡാർക്ക് പെട്ടെന്നൊരു കാര്യം കണ്ടെത്തുന്നു. അതായത് ഇപ്പോൾ കത്തിയിരിക്കുന്ന ബ്ലൂ ലൈറ്റിന്റെ മുകളിലായി വേറെ ഒരു ബൾബ് കൂടെയുണ്ട്. പക്ഷേ അത് കത്തിയിട്ടില്ല. ചിലപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് പൊട്ടിച്ചാൽ മുകളിലത്തെ ലൈറ്റ് കത്തുമെന്ന് ഡാർക്ക് പറയുന്നു. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഒരു കസേര കൊണ്ട് ലൈറ്റ് കുത്തിപ്പൊട്ടിക്കുന്നു. എന്നാൽ ശക്തിയായി ലൈറ്റ് പൊട്ടിച്ചതിനാൽ മുകളിലത്തെ ലൈറ്റും പൊട്ടുന്നു. മുകളിലത്തെ ലൈറ്റിനെ ചില്ല് പരിശോധിച്ച ബ്ലാക്കിന് അതൊരു ഇൻഫ്രാറെഡ് ലൈറ്റ് ആണെന്ന് മനസ്സിലാകുന്നു. ഇൻഫ്രാറെഡ് ലൈറ്റ് പൊതുവെ ചിത്രകാരന്മാരാണ് ഉപയോഗിക്കുന്നത്. അതായത് പെയിന്റിങ്ങിന്റെ അടിയിൽ വെച്ച് പെയിന്റിംഗ് ഔട്ട്ലൈൻ വരയ്ക്കാനായാണ് അവരിത് ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റ് കൊണ്ട് നമ്മുടെ കയ്യിലെ പേപ്പറിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈസിയായി കണ്ടുപിടിക്കാമെന്നും ബ്ലാക്ക് പറയുന്നു. എന്നാൽ ഇനിയും കസേര ഉപയോഗിച്ചാൽ ലൈറ്റ് മുഴുവനായി പൊട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ തന്നെ ഡാർക്കും ഗോൾഡും ചേർന്ന് അവരുടെ കാലിൽ കിടക്കുന്ന ഹീൽസ് കൊണ്ട് സൂക്ഷ്മമായി ഓരോ ലൈറ്റും പൊട്ടിക്കുന്നു. എല്ലാ ലൈറ്റും പൊട്ടിച്ചതിനാൽ എക്സാം ഹാൾ ഇരുട്ടാൽ മൂടപ്പെടുന്നു.